പൊളിറ്റിക്കൽ മാസ് ഇന്ന് പത്തനംതിട്ട ജില്ലയിലാണ്. നമുക്കറിയാം 16 ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളതാകെ. 16 ദിവസങ്ങൾക്ക് ശേഷം കേരളമാകെ തന്നെയും പോളിംഗ് ബൂത്തിലേക്ക് പോകും. അടുത്ത ഭരണം ആരാകും എന്ന് നിശ്ചയിക്കാൻ നമ്മളിന്ന് പൊളിറ്റിക്കൽ മാസ് പത്തനംതിട്ട ജില്ലയിലാണ്. നമുക്കറിയാം പത്തനംതിട്ട ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളാണ് ആകെയുള്ളത്. കഴിഞ്ഞ തവണ 5ഇടത്തും LDFന് വമ്പൻ വിജയമായിരുന്നു. ഇത്തവണ പക്ഷേ എന്താണ് സംഭവിക്കുക? അത് തന്നെ തുടരുകയാണോ ചെയ്യുക? UDF ഈ കാര്യങ്ങൾ മറിച്ചിടുമോ? BJP NDA ശക്തി തെളിയിക്കുമോ? ഇക്കാര്യങ്ങളാണ് നമ്മൾക്ക് പരിശോധിക്കാനുള്ളത്. നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് സനൽകുമാർ, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, ശ്രീ ബിജു മാത്യു എന്നിവരാണ്. നമുക്ക് 3 പേരിലേക്കും ഓരോ തവണ പോകാം. അതിനുശേഷം നമുക്ക് അതിഥികളിലേക്കും അതിഥികളുടെ ചോദ്യങ്ങളുമായിട്ട് മറ്റുള്ളവരിലേക്കും പോകാം. എന്താണ് ഒരു വിജയപ്രതീക്ഷ? പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് തുടർച്ചയായിട്ട് 5 സീറ്റുകളും ഇടതുപക്ഷം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 5 സീറ്റുകളും നിലനിർത്തുന്നത് കഴിഞ്ഞ തവണത്തിനേക്കാളും നല്ല ഭൂരിപക്ഷത്തോടു കൂടി 5 സീറ്റുകളും വിജയിക്കുമെന്ന് തന്നെയുള്ള ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിന് ആധാരമായിട്ടുള്ള കാര്യങ്ങളാകെ ഞാൻ ആദ്യഘട്ടത്തിൽ തന്നെ വിശദീകരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ലെങ്കിലും യഥാർത്ഥമായിട്ടുള്ള ജനങ്ങളുടെ വിധി ഈ പത്തനംതിട്ട ജില്ല 5 നിയോജക മണ്ഡലങ്ങളായി വന്നതിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരം കിട്ടാത്ത സന്ദർഭത്തിലും 3 സീറ്റുകൾ ഞങ്ങൾ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഒരു ഘട്ടത്തിൽ 2016 മുതലാണ് ആറന്മുളയും ഉപതെരഞ്ഞെടുപ്പോടുകൂടി കോന്നിയും ഞങ്ങളുടെ പക്ഷത്തേക്ക് വന്നു. ഓരോ തവണ ഈ പുതിയ 2 മണ്ഡലങ്ങളും വിജയിച്ചതും മറ്റ് 2 മണ്ഡലങ്ങൾ വിജയിച്ചതുൾപ്പെടെ നിലനിർത്തിയതുൾപ്പെടെ ഞങ്ങൾ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ഈ മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാഹചര്യവും ഇല്ല എന്ന് മാത്രമല്ല, 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ ജില്ലയുടെ മുഖച്ഛായ മാറ്റി. 10,600 കോടി രൂപയുടെ വികസനങ്ങളാണ് ഈ ജില്ലയിൽ 5 മണ്ഡലങ്ങളിലായി നടന്നിരിക്കുന്നത്. അത് ജനങ്ങളുടെ മുമ്പിൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ മണ്ഡലത്തിലും നടത്തിയിട്ടുള്ള വികസനങ്ങളോടൊപ്പം മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ ജനങ്ങളുടെ വൈയക്തികമായിട്ടുള്ള വിവിധ വിഷയങ്ങളിലടക്കം ഇടപെട്ട് അവരുടെ ജീവിതത്തോടൊപ്പം നിന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങൾ എന്നതുപോലെയുള്ള ഉദാഹരണങ്ങളുണ്ട്. ഈ ഉദാഹരണങ്ങൾ ഓരോന്നും അവരുടെ നേരനുഭവങ്ങളാണ്. ഈ നേരനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല, ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. ഞങ്ങളുടെ ഓരോ പരിപാടികളും ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും ഞങ്ങളിതിന് മുന്നോടിയായി നടത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ വിവിധ പ്രചരണ പരിപാടികളിലും എല്ലാം വരുന്ന ജനപങ്കാളിത്തം എല്ലാം ചേർന്നുകൊണ്ട് ഞങ്ങളുടെ വിജയം നല്ല രീതിയിൽ ഉറപ്പാക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കേരളത്തിൽ മൊത്തത്തിൽ UDFന് അനുകൂലമായ തരം കണ്ടെന്നും ഇവിടെ അതിശക്തമായുള്ള പോരാട്ടത്തിന് നല്ല കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളെ ഇത്തവണ വിന്യസിച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ട് കഴിഞ്ഞ തവണകളിൽ എന്ന പോലെ അത്രക്ക് എളുപ്പമല്ല നിങ്ങൾക്ക് എന്നുമാണ് UDF പറയുന്നത്. അതെല്ലാം വെറുതെയാണ്. കഴിഞ്ഞ തവണത്തെ UDFൻ്റെ സ്ഥാനാർത്ഥികൾ മോശമാണെന്ന് അവർ പറയുന്നതിൻ്റെ അർത്ഥം. കഴിഞ്ഞ തവണത്തെ UDFൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ നല്ല സ്ഥാനാർത്ഥികളായിരുന്നു. സിറ്റിംഗ് MLA 10 വർഷം MLA ആയ ആളിനോടാണ് ഈ ആറന്മുള മണ്ഡലത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി 2 തവണയും ജയിച്ചത്. അവിടെ മത്സരിച്ച മറ്റു മണ്ഡലങ്ങളിൽ മത്സരിച്ച ഒരു മോശക്കാരാണോ? അവിടെ മത്സരിച്ചത് ജില്ലാ പഞ്ചായത്തിലും തുടർച്ചയായി ജനപ്രതിനിധിയായിരുന്ന നേതാവിനെയാണ് കോന്നിയിൽ ഞങ്ങളുടെ ജനീഷ് കുമാർ തോൽപ്പിച്ചത്. റാന്നിയിലെ സ്ഥാനാർത്ഥി മോശമാണോ? അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെയും വലിയ നേതാവല്ലായിരുന്നു. അപ്പോൾ ഇവരിപ്പോൾ സമ്മതിച്ചത് കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥികളെല്ലാം മോശമായിരുന്നു എന്ന് ഇവർ തന്നെ പറയുന്നതിന് തുല്യമാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളെ പറ്റി. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളെ പറ്റി കോൺഗ്രസ്സുകാർ തന്നെ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞാൽ അതും അവർക്ക് ദോഷമേ വരത്തുള്ളൂ. അതാണ് അഡ്വക്കേറ്റ് സുരേഷ് കുമാറിയുടെ കോൺഗ്രസിനകത്ത് തന്നെ അത്രക്ക് സന്തോഷത്തോടെയല്ല പല സ്ഥാനാർത്ഥികളെയും വെച്ചത്. അതുകൊണ്ട് പൊതുവിൽ കേരളത്തിലാകെയുള്ള പിണറായി സർക്കാരിനോടുള്ള ആനുകൂല്യ മനോഭാവം കുറെ കൂടെ ശക്തിയായിട്ട് പത്തനംതിട്ട മണ്ഡലത്തിൽ പ്രതിഫലിക്കുകയും നിങ്ങളുടെ 5ഇടത്തും തോൽക്കുകയും ചെയ്യുന്നതാണ് അവർ പറയുന്നത്. വീണ്ടും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സനൽകുമാറിനെ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അങ്ങനെ വെളി പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അകമൊന്ന് പരിശോധിച്ചാൽ ഞാൻ പറഞ്ഞതെല്ലാം വെറുതെയാണ് എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിലെ ഒരു സാധാരണക്കാരനോട് ചോദിച്ചാൽ ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ ദിവസം കഴിയുന്നോറും അതിൻ്റെ തരംഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റും അവർ നിലനിർത്തും എന്നാണ് പറഞ്ഞത്. 9-ാം തീയതി കഴിഞ്ഞ് വോട്ടെണ്ണുന്ന ദിവസം LDFൻ്റെ പ്രവർത്തകന്മാരും അദ്ദേഹവും ഇത് പറയും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം
5 സീറ്റിലും കോൺഗ്രസും UDF വിജയിക്കാൻ പോവുകയാണ്. 5 സീറ്റിലും 5 സീറ്റിലും പത്തനംതിട്ടയിലെ 5 സീറ്റിലും വിജയിക്കാൻ പോവുകയാണ്. കേരളത്തിൽ 100-ലേറെ സീറ്റിൽ വിജയിച്ച് UDF അധികാരത്തിൽ വരാൻ പോകുന്നു. UDFൻ്റെ മുഖ്യമന്ത്രി അധികാരത്തിൽ വരാൻ പോവുകയാണ്. അതിന് ഞങ്ങൾ പറയുന്ന കാരണങ്ങൾ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ 10 വർഷക്കാലമായി പത്തനംതിട്ട ജില്ലയിൽ കുറേ സീറ്റുകൾ അവർ വിജയിച്ചു എന്നുള്ളതാണ്. അത് വിജയിച്ചതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ആ കാരണങ്ങളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ അവർ വിജയിച്ചതിന് കാരണം ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിലും കോവിഡ് സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDFനും അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. കാരണം എന്തോ ഒരു സമരം ചെയ്താൽ ഉടൻ പറയും കോവിഡ് മാനദണ്ഡം പാലിച്ച് സമരം ചെയ്യാൻ പറ്റുന്നു. 5 പേര് 6 പേരെ വെച്ചാണ് പല സ്ഥലങ്ങളിൽ സമരം ചെയ്യുന്നത്. ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അതൊരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു. പക്ഷേ അതൊന്നുമല്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഇപ്പോൾ എല്ലാ മേഖലകളെയും തകർത്ത് ഈ നാടിനെ അക്ഷരാർത്ഥത്തിൽ കുട്ടിച്ചോറാക്കിയ ഒരു ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ മേഖല എന്തിനേറെ പറയുന്നത്, പത്തനംതിട്ട ജില്ലയുടെ ഒരു പരിച്ഛേദമാണ് ഈ പത്തനംതിട്ട ജില്ലാ ആസ്ഥാനം. താങ്കളും അല്ലെങ്കിൽ നിങ്ങളുടെ ന്യൂസ് ടീമും ഒന്ന് പരിശോധിച്ചാൽ ഈ പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് സാധാരണക്കാരന് ഒന്ന് സഞ്ചരിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടോ? ഇവിടെ ഒരു പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഷം 5 ആവുന്നു, ഇപ്പോഴും തീർന്നിട്ടില്ല. അവിടെയുള്ള വ്യാപാരികൾ എനിക്ക് തോന്നുന്ന ആ വ്യാപാരികൾ കടന്നു വരുമെന്നാണ് തോന്നുന്നത്. ആ വ്യാപാരികൾ പട്ടിണിയിലാണ്. എന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇത് വ്യാപിച്ചിരിക്കുകയാണ്. കേരളം കൊള്ളക്കാരുടെയും ഈ പറയുന്ന തട്ടിപ്പുകാരുടെയും ഒരു സങ്കേതമായി മാറിയിരിക്കുന്നു. വ്യാജ മണൽ ലോബി, വ്യാജ മദ്യം, മദ്യലഹരി എന്ന് വേണ്ട ഗുണ്ട രാജായി കേരളം മാറിയിരിക്കുകയാണ്. ഇത് സഹിച്ചുകൊണ്ട് വോട്ട് ചെയ്യുമെന്നാണോ ഇവർ ധരിക്കുന്നത്? ഒരു കാരണവശാലും വോട്ട് ചെയ്യില്ല. കേരളത്തിൽ നടത്തിയ വികസനങ്ങൾ എന്ന് പറയുന്നത് UDFൻ്റെ കാലത്ത് നടത്തിയ വികസനങ്ങളുടെ തുടർച്ചയാണ്. ആ തുടർച്ച പോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ തൂത്തറയും. ഈ പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റിലും ഞങ്ങൾ ജയിക്കാൻ പോകുന്നു. കേരളത്തിലുടനീളം വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരാൻ പോവുകയാണ്. ശരി, ശ്രീ ബിജു മാത്യു, ഇവിടെ ഈ 2 മുന്നണികളും തമ്മിലുള്ള കടുത്ത പോരാട്ടമാണല്ലോ കേരളത്തിൽ ആകെ നടക്കുന്നത്. ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ കുറച്ച് സീറ്റ് പ്രതീക്ഷ NDAക്ക് BJPക്ക് ആകെയുണ്ട്. ഇവിടെ ചില സമരങ്ങളുടെ പ്രധാനപ്പെട്ട സമര കേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥലമാണ് പത്തനംതിട്ട ജില്ല. ഇവിടെ പക്ഷേ അങ്ങനെ ഒരു വിജയപ്രതീക്ഷയൊക്കെ വെച്ച് പുലർത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതിനിടയിൽ കുറച്ച് വോട്ട് കൂട്ടിയെടുക്കാം എന്നല്ലേ NDA കണക്കാക്കുന്നുണ്ടാവും? നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മത്സരിക്കുന്നുണ്ടെങ്കിലും. ഒരിക്കലുമല്ല. കാരണം ഇപ്പം UDFൻ്റെയും LDFൻ്റെയും പ്രതിനിധികൾ പറഞ്ഞു 100 സീറ്റ് 5 നിയോജകമണ്ഡലങ്ങൾ നിലനിർത്തും എന്നൊക്കെ പറഞ്ഞെങ്കിലും വളരെ വ്യക്തതയോടുകൂടി പറയാം, ഇന്ന് കേരള സംസ്ഥാനം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ പോകുന്നത് NDA ആണെന്നുള്ളതിന് യാതൊരു സംശയവും. അതെങ്ങനെയാണെന്നുള്ളത് റിസൾട്ട് വന്നതിന് ശേഷം പറയാം. ആര് ഭരിക്കണമെന്നുള്ളത് തീരുമാനിക്കാൻ പോകുന്നത് NDA ആണ്. കാരണം 2014 കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ അനവധിയായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, ധാരാളമായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ ഇന്ന് അനുഭവിക്കാത്തവർ ഈ കേരളത്തിലില്ല. ഭരണമുണ്ടായിട്ടല്ല, ഭരണം നോക്കിയിട്ടല്ല, ധാരാളമായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ ഓരോന്നോരോന്ന് നമുക്കറിയാം. ഗ്യാസ് കണക്ഷനായാലും ഉജ്ജ്വൽ യോജന, ഈ ധാരാളം പദ്ധതികൾ അനുഭവിക്കുന്നവരാണ് കേരളത്തിലുള്ള ധാരാളം കോടിക്കണക്കിന് ആൾക്കാർ. അവരൊക്കെ വികസനത്തിന് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലൊരു മാറ്റം പ്രതീക്ഷിക്കാം. കേരളത്തിൽ UDFോ LDFോ 100 സീറ്റ് വരെ വാങ്ങുമെങ്കിൽ തന്നെയും അവരെല്ലാവരും ഭരിക്കണമെന്ന് ഈ വരുന്ന നിയമസഭയിൽ NDA തീരുമാനിക്കും. യാതൊരു സംശയമില്ല. ഇവിടെ വിജയപ്രതീക്ഷയുണ്ടോ? അപ്പോൾ ആറന്മുളയിൽ വിജയപ്രതീക്ഷയുണ്ട്. കാരണം ആറന്മുളയിൽ മത്സരിക്കുന്നത് കുമ്മനം രാജശേഖരനാണ്. അദ്ദേഹത്തിനെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമുള്ളയാളല്ല. സാധാരണപ്പെട്ട ആൾക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരു മനുഷ്യനാണ് കുമ്മനം രാജശേഖരൻ. അദ്ദേഹം നേരത്തെ മത്സരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടുത്തെ മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥികൾക്കൊക്കെ അവരുടെ കുടുംബമൊക്കെ പുലർത്തേണ്ട ആവശ്യകതയുണ്ട്. അവരുടെ കുടുംബം പുലർത്തണമെന്ന് ഗൃഹനാഥൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എന്നിട്ടും ഇവിടെ മത്സരിക്കുക. അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് കുടുംബം എന്ന് പറയുന്നത് ഈ ആറന്മുള മാത്രമാണ്. അതുകൊണ്ട് ഈ ആറന്മുളയിലെ ചെറുതും വലുതുമായിട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും സാധാരണപ്പെട്ട ആൾക്കാരുടെ ഒരു അക്ഷയ കേന്ദ്രമാണ്. ശരി, ശ്രീ സനൽകുമാർ, ഇവിടെ ഇന്നത്തെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നിങ്ങൾ തമ്മിലൊരു ഡീല് ഉണ്ടെന്നാണ് UDF പറയുന്നത്. BD സതീശനെ വളരെ കാര്യമായിട്ട് ആവർത്തിക്കുകയാണ്. പാലക്കാട് തൊട്ട് തുടങ്ങിയ 90 സീറ്റുകളിൽ BJPയുമായിട്ട് നല്ല ഡീലിലെത്തിയിരിക്കുകയാണ് എന്നാണ്. അതിനെപ്പറ്റി പറയുമ്പോൾ നമുക്കറിയാം 2014 തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് നേമം മണ്ഡലത്തിൽ രാജഗോപാൽ ജയിച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിന് പകരം രാജഗോപാലിന് വോട്ട് മാറ്റിക്കൊടുത്ത് അവിടെ 2ാം സ്ഥാനത്ത് ശിവൻകുട്ടിയുമായി നേരിയ വ്യത്യാസത്തിലാണ് രാജഗോപാൽ ജയിച്ചത്. കഴിഞ്ഞ തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൻ്റെ
വോട്ടെടുപ്പെല്ലാം കഴിഞ്ഞ് കണ്ണൂരിൽ വെച്ച് അദ്ദേഹം പത്രക്കാരെ കണ്ടു. പത്രക്കാരെ കണ്ടപ്പോൾ വീണ്ടും അധികാരത്തിൽ വരുന്ന കാര്യമല്ല അദ്ദേഹം ആദ്യം പറഞ്ഞത്. BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം കേരളത്തിൽ പിണറായി വിജയൻ എന്ന ഇടതുപക്ഷ ജനാധിപത്യമുള്ള മുഖ്യമന്ത്രിയായ നേതാവ് അത്രയും നിശ്ചയദാർഢ്യത്തോടുകൂടി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് കേരളത്തിൽ BJPക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ആത്മാർത്ഥതയോടുകൂടി നിൽക്കുന്നത് ഞങ്ങളാണെന്നുള്ളതിന് വേറെയും തെളിവുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് എടുക്കുക. എങ്ങനെയാണ് UDFന് അവിടെ 50, BJPക്ക് അങ്ങനെ 50 സീറ്റുകൾ കിട്ടിയത്? BJP മത്സരിച്ച് വിജയിച്ച 45 സീറ്റുകളിൽ 2ാം സ്ഥാനത്ത് ഞങ്ങളാണ്, അല്ലാതെ UDF അല്ല. UDF 5 സീറ്റുകളിൽ മാത്രമാണ് UDFുമായിട്ട് അവിടെ മത്സരമുള്ളത്. ഈ സീറ്റുകളിൽ അവിടെ കോർപ്പറേഷനിൽ ഒന്നിച്ചെടുത്താൽ ഇടതുപക്ഷത്തിനാണ് ഭൂരിപക്ഷം, വോട്ടുകൾ കൂടുതൽ. 1,75,000-ഓളം വരുന്ന വോട്ടുകൾ ഇടതുപക്ഷത്തിനാണ്. UDF അവിടെ വ്യക്തമായിട്ടുള്ള ചില നീക്കങ്ങൾ കോർപ്പറേഷനിൽ BJP ഭരിച്ചോട്ടെ എന്ന നിലപാട് സ്വീകരിച്ചു. ഇപ്പം യഥാർത്ഥത്തിൽ ഈ ചർച്ച നടത്തിയത് ആരാ? KC വേണുഗോപാൽ എന്ന് പറഞ്ഞ ദേശീയ കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത് ബാബറി മസ്ജിദിൻ്റെ മിനാരങ്ങൾ തകർത്തെറിയുമ്പോൾ കാഴ്ചക്കാരായി നിന്ന നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സാണ് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ ജീവിതത്തിൻ്റെ മേലും അവരുടെ ആരാധനയ്ക്ക് മേലുമെല്ലാം കടുത്ത ആഘാതങ്ങൾ. ഞാൻ എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കണം. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോഴാണല്ലോ ഇങ്ങനെ ഒരു വർത്തമാനമായിട്ട് വന്നത്. പാലക്കാട് 1996 എന്നോടൊപ്പം വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിച്ച നൗഷാദായിരുന്നു അവിടുത്തെ MLA. പിണറായി പറഞ്ഞു. പാലക്കാട്ട് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളിന്, അദ്ദേഹമാണെങ്കിൽ കേരളത്തിലാകെ ഹോട്ടൽ വ്യവസായത്തിലെല്ലാം വ്യാപാര ശൃംഖലയുള്ള ഞങ്ങളുടെ ഒരു പഴയ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു വന്നിരുന്ന ഒരു പഴയ പാർട്ടി സഖാവിൻ്റെ മകനാണ്, കുറച്ച് ഇടതുപക്ഷക്കാരനാണ്. അദ്ദേഹം അവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നയാളാണ്. നല്ല നിലയിലുള്ള അംഗീകാരം അദ്ദേഹത്തിനുണ്ട്. ആ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോഴാണല്ലോ ഇത് പറഞ്ഞത്. കാസർഗോഡ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ മാറ്റിയപ്പോൾ അല്ലെങ്കിൽ മാറ്റിയെന്ന് പറഞ്ഞ് ചർച്ച നടത്തുന്നുണ്ടല്ലോ. ഈ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ ലക്ഷ്യം വെക്കുന്നത് എന്തിനാണ്? ഒരു സമുദായത്തിനെതിരായി കോൺഗ്രസ് അവിടെ കേവലമായ ഒരു സീറ്റ് ജയിക്കുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കം നടത്തുകയാണ്. അവിടെ ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചർച്ച കൊണ്ടുവരുന്നത്. അവിടെ നിർത്തിയിരിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ദുർബലനായ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി, അതും പ്രധാനപ്പെട്ടതാണ്. ഇറാനിലും പാലസ്തീനിലും ഒക്കെ നടക്കുന്ന എന്തെങ്കിലും ഒരു യുദ്ധത്തിനൊക്കെ ഇവിടെ കിടന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തിനാണെന്നാണ്. ഒരു നാഷണൽ പാർട്ടി ഇപ്പം നമുക്ക് പെട്രോൾ പണ്ടല്ലേ ഇലക്ഷൻ തുടങ്ങിയപ്പോഴല്ല, എപ്പോഴായാലും അങ്ങനെ പറഞ്ഞൊരാൾ അവിടെ സ്ഥാനാർത്ഥിയാവുന്നു. കോൺഗ്രസിന്റെ നാഷണൽ സെക്രട്ടറി കയറി ഈ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഇങ്ങനെ പറയുന്നു. ഒരു കാര്യം കൂടെ വർഷം ഞാൻ പറയട്ടെ, ഇവിടെ ഇന്നിപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്താ? ഇന്നിവിടെ അനുഭവിക്കുന്ന പ്രതിസന്ധി ചേരിചേരാ നയം ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു രാജ്യം, മറ്റ് രാജ്യങ്ങളുമായി സൗഹൃദമുണ്ടായിരുന്ന ഒരു രാജ്യം, ഇന്ന് പ്രധാനമന്ത്രി മോഡി പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നു നമ്മുടെ രാജ്യം വലിയൊരു അപകടകരമായ ഒരു അവസ്ഥയാണ് ഊർജ്ജ പ്രതിസന്ധിയുടെ കാര്യത്തിലെന്ന്. ഞാൻ ചോദിച്ചേട്ടെ, ഇപ്പോൾ പോലും ഒരു രാജ്യത്തിൻ്റെ നേതാവിനെ അമേരിക്കൻ സാമ്രാജ്യത്വം അദ്ദേഹം എന്തുമാകട്ടെ, അദ്ദേഹത്തെ പറ്റി എന്ത് വിമർശനങ്ങളും ഉണ്ടാകട്ടെ, ഏകപക്ഷീയമായിട്ട് അദ്ദേഹത്തെ ഖൊമേനിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു അനുശോചനം ഇന്ത്യ എന്ന രാജ്യത്തിന്റെ കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ മുൻകൂട്ടി തന്നെ ഇങ്ങനെ ഒരു ഡീലുണ്ട് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഒരു പരാജയ ഭീതി കൊണ്ടായിരിക്കില്ലേ അങ്ങനെ പറയുന്നത്? നാട്ടുകാർക്ക് വലിയ സംശയമുണ്ട്. കാരണം എന്തായാലും തോൽക്കും, അപ്പോൾ പിന്നോട്ടടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്നങ്ങ് പറഞ്ഞേക്കാം, സ്ഥാപിച്ചു വെച്ചേക്കാം എന്ന് കരുതിയിട്ടാണോ നിങ്ങളുടെ നേതാക്കൾ ഇങ്ങനെ പറയുന്നത്? പ്രത്യേകിച്ചും പാലക്കാട് അദ്ദേഹം പറഞ്ഞു ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ഒരു മുസ്ലിം പേരുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കി എന്താ കുഴപ്പം? അല്ല, ഇവിടെ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ അങ്ങനെയൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പ്രത്യേക വേർതിരിവൊന്നുമില്ല. ഇവിടെ പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും പുലരണം. പിണറായി പോവും, ഞാൻ പോവും, ഈ നാട്ടിലെ എല്ലാവരും പോവും, പക്ഷേ കേരളത്തിൽ മതസൗഹാർദ്ദം ഉണ്ടാകണം, മതേതരത്വം പുലരണം. അതാണ് പ്രതിപക്ഷ നേതാവ് പല യോഗങ്ങളിലും പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് മതേതരത്വത്തെക്കുറിച്ച് പറയാൻ സാധിക്കുമോ? ഒരു തവണ SSLC പരീക്ഷയിൽ മലപ്പുറത്തെ കുട്ടികൾ വലിയ ഭൂരിപക്ഷം വലിയ വിജയം നേടിയപ്പോൾ ഇവരുടെ അന്തരിച്ച നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവായിരുന്ന ശ്രീ VS അച്യുതാനന്ദൻ അദ്ദേഹം പറഞ്ഞത് അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്തെ കുട്ടികൾ, അതായത് മുസ്ലിം കുട്ടികൾ, ഞാൻ പറയുക ഡീലിനെ കുറിച്ച്, അതുപോലെയുള്ള പല സന്ദർഭങ്ങളിലും ഇവിടുത്തെ മതേതരത്വത്തെ തകർക്കുവാനും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും പലപ്പോഴും മാറ്റി വോട്ട് നേടാനുള്ള തന്ത്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത് LDF ആണ്. ഇവിടെ ഡീലിനെ കുറിച്ച് എന്താണ് പറയുന്നത്?
അവിടെ ഷാഫി പറമ്പിലിനെ ഞങ്ങൾ നിർത്തി വിജയിപ്പിച്ചിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. അവിടെ രാഹുൽ മാങ്കുട്ടം വിജയിച്ചിട്ടുള്ളതാണ് ആ മണ്ഡലം. അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഇവർ നിർത്തണമെന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞത്. ഇവർക്ക് ശക്തനായ സ്ഥാനാർത്ഥി അല്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കരാടി സന്ദേശ സിനിമയിൽ പറയുന്നത് പോലെ ഒരു അന്തർധാര ഉണ്ടാക്കിയിരിക്കുന്നു ഇവർ തമ്മിൽ. ആറന്മുള മണ്ഡലത്തിൽ ഞാൻ ചോദിക്കട്ടെ, കുമ്മനം രാജശേഖരൻ ആദ്യം വരുമെന്ന് പറഞ്ഞു, പിന്നീട് വരുന്നില്ലെന്ന് പറഞ്ഞു, പിന്നെ വരുമെന്ന് പറയുന്നു. എന്തായിരുന്നു കാരണം? ഇവിടെയും ദുർബലനായ ഒരു സ്ഥാനാർത്ഥി ഇട്ടുകൊടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ആ ദുർബലനായ സ്ഥാനാർത്ഥി ഇട്ടുകൊടുത്തുകൊണ്ട് വീണ ജോർജിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ആദ്യം നടന്നത്. BJPയുടെ വോട്ടുകൾ മറിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നത്. ഇവിടുത്തെ സാധാരണക്കാരായ BJP പ്രവർത്തകർ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയെന്നാണ് അറിയുന്നത്. അങ്ങനെയാണ് കുറച്ച് അറിയപ്പെടുന്ന ഒരു നേതാവായ അവർ കുറച്ചെങ്കിലും വോട്ട് പിടിക്കണം എന്നുള്ളത് കൊണ്ട് കുമ്മനം രാജശേഖരനെ ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. ഇത് കേരളത്തിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഈ പറയുന്ന അദ്ദേഹം അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ 4000 കിലോമീറ്റർ രാഹുൽ ഗാന്ധി നടന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നടന്നത്? ഈ രാജ്യത്തെ BJPയുടെ പ്രവർത്തനങ്ങൾ എതിർക്കുവാൻ വേണ്ടി, BJPയുടെ പ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, വർഗീയവാദവും ഫാസിസ്റ്റവും ഇവിടെ അടിച്ചമർത്താൻ വേണ്ടി, അതിനു വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോയത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുമ്പിൽ ഇവർ പറയുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു വർഗീയ ചായ്വ് ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഡീല് നടത്തുമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വിജയിക്കും. ഞങ്ങൾ 100 കോലീബിയുടെ കഥയൊക്കെ അവർ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പണ്ട് മുതലേ നിങ്ങൾ ഇങ്ങനെ ഡീൽ നടത്തിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ഞങ്ങളല്ല ഡീൽ നടത്തിയിട്ടുള്ളത്. KG മാരാരോടൊപ്പം നിന്ന് വോട്ട് പിടിച്ചിട്ടുള്ള പിണറായി വിജയനാ, ഞങ്ങളല്ല. ഒരു ഘട്ടത്തിലും പിണറായി വിജയൻ തന്നെ ജയിച്ചത് ഇങ്ങനെ ഡീലിന്റെ ഭാഗമായിട്ടാണെന്ന് അദ്ദേഹം പറയുന്നത്. ഒരു ഘട്ടത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഡീല്. ഞങ്ങളുടെ യഥാർത്ഥ ശത്രു ആരാണ്? ഞങ്ങളുടെ യഥാർത്ഥ ശത്രു ഫാസിസ്റ്റ് ശക്തികളാണ്. അത് ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും ഞങ്ങൾ തുടരും. ഈ രാജ്യത്ത് മതേതരത്വം പുലരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ തന്നെ ഒരു ഘട്ടത്തിൽ ജയിച്ചത് BJPയുടെ വോട്ട് വാങ്ങിയിട്ടാണ്. സ്ഥിരമായി മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവിടെ BJPയുമായിട്ടോ KG മാരാരുമായിട്ടോ ഏതെങ്കിലും ഒരു മുന്നണി ബന്ധത്തിൽ CPM ഒരു ഘട്ടത്തിലും ഇടപെട്ടിട്ടില്ല. ഇപ്പം പറഞ്ഞതിൻ്റെ വ്യത്യസ്തമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഈ രാജ്യത്തിനകത്ത് നരസിംഹറാവു ചെയ്തൊരു തെറ്റിനെ പറ്റി, ആ തെറ്റിൻ്റെ ഫലമായി ഇന്ന് മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വിഷമത്തെപ്പറ്റി പറഞ്ഞു. ബുൾഡോസർ രാജ് നടക്കുന്ന BJP സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, ഇവരുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ശിവകുമാർ പറഞ്ഞത് കർണാടകത്തിലെ മുസ്ലിങ്ങളുടെ അടക്കം കടകളും എല്ലാം ബുൾഡോസർ രാജിലൂടെ തകർത്തപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഒറ്റ മുഖ്യമന്ത്രിയാണ് ചോദിച്ചത്, നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയാണെന്ന് വെച്ചാൽ പിണറായി വിജയൻ കേരളത്തിലെ കാര്യം നോക്കിയാൽ മതിയെന്ന് പറഞ്ഞത് ഇവരുടെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ശിവകുമാറാണ്. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. രാഹുൽ ഗാന്ധി യാത്ര നടത്തിയതിനെ പറ്റി പറഞ്ഞു. ആ യാത്ര കഴിഞ്ഞ് ഇന്ത്യയിലാകെയുള്ള ജനങ്ങൾക്ക് കൊടുത്ത സന്ദേശം എന്താ? നിങ്ങൾ ഈ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചപ്പോൾ നിങ്ങൾ കൈയടിച്ചവരാണ്. ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് മതനിരപേക്ഷ ഐക്യം ഉണ്ടാക്കേണ്ടിയിരുന്നത്. BJPക്കെതിരായി എല്ലാ സംസ്ഥാനങ്ങളിലും ഐക്യം പൊളിച്ചവരാണ്. ദേശീയ വിഷയങ്ങൾ മാറിയാലേ. ഇപ്പൊ സുധാകരൻ നിങ്ങളുടെ എത്ര വലിയ നേതാവായിരുന്നു ശ്രീസ്ഥാനിൽ, അദ്ദേഹം പോയില്ലേ? അദ്ദേഹം നിങ്ങളുടെ പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ആ പ്രശ്നങ്ങൾ സാധാരണ നിങ്ങളുടെ വോട്ടർമാർക്കിടയിലുണ്ട്. ഈ തവണ അവർ തിരിച്ചു കുത്തും, UDFനെ അധികാരത്തിലെത്തിക്കും. ഞാൻ ചോദിച്ചത് സുധാകരൻ്റെ കൂടെ നിങ്ങൾ അമ്പലപ്പുഴ അർച്ചനയിലെ മാധ്യമപ്രവർത്തകരാണല്ലോ. അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ വണ്ടി ഓടിച്ച ഡ്രൈവർ പോലും ഞങ്ങളുടെ പാർട്ടി മെമ്പറല്ല, ഒരാളാണ് പോയെന്ന് പറയുന്നത്, ഏതോ ഒരു ഡ്രൈവർ. അങ്ങനെ അല്ലാത്ത ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പാർട്ടി നേതാവ് സുധാകരൻ്റെ കൂടെ പോയോ? അദ്ദേഹത്തെ ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ ചോദിക്കുന്ന കാര്യമല്ല അത്. നിങ്ങളുടെ പാർട്ടിക്കും സർക്കാരിനെതിരെയുള്ള വിദ്വേഷം അത് വിദ്വേഷമല്ല. ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്നേഹം ആ പാർട്ടിയുടെ നയത്തോടാണോ, ആ പാർട്ടി ഉന്നയിക്കുന്ന മൂല്യങ്ങളോടാണോ? ഇപ്പം അദ്ദേഹം ഏതെങ്കിലും ഒരു മൂല്യത്തെ അല്ല എതിർത്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ മാർക്സിസത്തിനെ തള്ളി പറയുന്നില്ല, എനിക്ക് മാർക്സിസ്റ്റ് പാർട്ടിയോട് യാതൊരു വിരോധമില്ല. ആലപ്പുഴയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള വിരോധത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്രയും നാൾ പരിണതപ്രജ്ഞനാണെന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്ന ഒരാൾ രാഷ്ട്രീയ നിലപാട് അദ്ദേഹം മാത്രമായിരുന്നെങ്കിൽ താങ്കൾ പറഞ്ഞ ശരിയായിരുന്നു. ഇപ്പൊ ഐഷ പോറ്റി, TK ഗോവിന്ദൻ, എന്താ TK ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തത് ശരിയായില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇത് പാർട്ടിക്കകത്തെ സാധാരണ പ്രവർത്തകരുടെയും വികാരമാവുകയും വോട്ട് ചെയ്യുകയും അധികാരത്തിൽ ഞങ്ങൾ ചോദിക്കട്ടെ, നേരത്തെ ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും ഞങ്ങൾക്കെല്ലാം വേദന ഇപ്പോഴും ഞങ്ങളെ വിട്ടുപോയ കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് പറഞ്ഞതുപോലെ CPMനകത്ത് 5,67,000 വരുന്ന പാർട്ടി അംഗങ്ങളുണ്ട്. ഈ പാർട്ടി അംഗങ്ങളിൽ എത്ര പേർക്ക് MLA ആവാൻ പറ്റുക? എത്ര പേർക്ക് പഞ്ചായത്ത് മെമ്പർ ആവാൻ പറ്റുക? എത്ര പേർക്ക് സഹകരണ ബാങ്കിൻ്റെ ബോർഡ് വരാൻ പറ്റുക? ഒന്നിലുമാകാൻ കഴിയാത്തവർ. ഐഷ പോറ്റിയുടെ കാര്യം പറഞ്ഞു. നിങ്ങൾ നോക്കൂ, സുധാകരനടക്കം XMLA മാർക്ക് ഒരു വർഷം XMLA ആയതിൻ്റെ പേരിൽ
യാത്രാപ്പടിയായി 1,00,000 രൂപ കിട്ടും. വർഷം അറിയാമല്ലോ, XMLA-മാർക്ക് യാത്രാപ്പടി കിട്ടും. ഇവർക്ക് വാഹനങ്ങളില്ല, സൗകര്യങ്ങളില്ല എന്നെല്ലാമാണല്ലോ ഇവർ പറയുന്നത് ജനങ്ങളുടെ മുമ്പിൽ. ഇതൊന്നുമില്ലാത്ത ലക്ഷക്കണക്കായ പാവങ്ങളാണ് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിന്റെയും കരുത്ത്. നാട്ടുകാർക്കിടയിൽ അങ്ങനെ ഒരു അതിർത്തിയില്ല. സുധാകരൻ സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് എത്രയോ കാലം നീട്ടി കൊണ്ടുപോയിട്ടാണ് അദ്ദേഹം ഇല്ലെന്ന് പറഞ്ഞത്. ഞങ്ങളുടെ പാർട്ടിയിലെ മത്സരിക്കാൻ എല്ലാവരും യോഗ്യരായ ആളുകളാണ്, ധാരാളം ആളുകളുണ്ട്. കെ സുധാകരൻ പരമയോഗ്യനാണ്. പക്ഷേ ഒരു MP എന്ന നിലയിൽ അദ്ദേഹം മത്സരിക്കേണ്ട എന്ന് കേന്ദ്ര ഹൈക്കമാൻഡ് തീരുമാനിച്ചു. അത് അദ്ദേഹം അനുസരിച്ചു. അതുപോലെയാണോ ഇത്? ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെക്കുറിച്ച്, സഖാവിനെക്കുറിച്ച് ഒരു മാസം മുമ്പ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ജി സുധാകരൻ പൊന്നാണ്, മാണിക്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ്. ഇപ്പോൾ പറയുന്നത് എന്താണ്? മുഖ്യമന്ത്രി എന്താണ് പറയുന്നത്? മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് ഏറ്റവും മോശമായ മ്ലേച്ഛമായ ഭാഷയാണ്. ഇത് പറഞ്ഞാൽ ചെറ്റയാണ്. ജി സുധാകരൻ എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും പ്രവർത്തിച്ച ജി സുധാകരൻ ചെറ്റയാണ് എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ. അതുപോലെ തന്നെ ഇത് ശ്രീ അർഷൻ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ജി സുധാകരൻ മാത്രമാണോ? പറഞ്ഞ പ്രയോഗങ്ങളൊക്കെ നമ്പൂതിരി സമുദായത്തിൽ പെടുന്നവർ അടിവസ്ത്രം ഇടാത്തതാണ് ഇവിടെ. പറഞ്ഞത് ഇപ്പോൾ മാറ്റി പറയുന്നു. ജി സുധാകരൻ പണ്ട് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ഇതിനെക്കുറിച്ച് പരാമർശിച്ചില്ലല്ലോ. PK ശശി അവരുടെ വലിയ നേതാവായിരുന്നു. BJP-യിൽ പോയിരിക്കുന്നു. ഇവിടെ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ്, ബൂത്ത് പ്രസിഡന്റ് CPM-ലോ BJP-ലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തെല്ലാം ബഹളമായിരുന്നു. BJP-ലേക്ക് പോയിരിക്കുന്നു. മാറിയിരിക്കുന്നു. മുകുന്ദൻ മാറിയിരിക്കുന്നു. പോലും പിടിച്ചു നിർത്താൻ കഴിയാത്ത പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇവിടെ. ഇവർക്ക് ഈ ഭിക്ഷാന്തേഹികളായിട്ടുള്ള അവസരം കിട്ടിയപ്പോൾ ആ അവസരങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയത്തിൽ തങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ അൻവർ അദ്ദേഹം ആഗ്രഹിച്ചതുപോലുള്ള കാര്യങ്ങൾ നടക്കാത്തതിന്റെ പേരിലാണ് പോയത്. ജി സുധാകരൻ അദ്ദേഹം ആഗ്രഹിച്ചതിന്റെ പേരിൽ നടക്കാത്ത കാര്യങ്ങളാണ്. ശശി ആഗ്രഹിച്ച പലതും ഇവര് തെറ്റാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ നടത്താൻ ശശിക്കും പറ്റാതിട്ടാണ് പോയത്. അങ്ങനെ പോയവരുടെ കൂട്ടത്തിലാണോ മുൻ മുഖ്യമന്ത്രിയുടെ മകൻ ഇവിടെ കഴിഞ്ഞ പാർലമെന്റ് സ്ഥാനാർത്ഥിയാണ് BJP-യുടെ ആന്റണിയുടെ? ഞാൻ ഓരോന്നോരായിട്ട് പറയാം. ഒന്നോ രണ്ടോ പേരല്ല പോയത്. ഈ പറഞ്ഞതിന് ഞാൻ പറയാണ്, ഇന്ന് ഇന്ത്യൻ പാർലമെന്റിലുള്ള BJP-യുടെ 300-ഓളം വരുന്ന MP-മാരും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള MLA-മാരും. അതിൽ ഒരു ഉദാഹരണം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രിമാർ ഏറ്റവും അവസാനം ഈ പൗരത്വ നിയമ ഭേദഗതി അടക്കം മുസ്ലിം മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിന് ബാബറി മസ്ജിദിനേക്കാൾ വലിയ ദുരന്തമുണ്ടാക്കിയ ഹേമന്ത് ബിശ്വാൾ എന്ന് പറയുന്ന ആസാമിലെ അയാളാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ സ്ഥൈര്യമാണത്. ജനാധിപത്യവും പുലർത്താത്ത ഒരാളും ഇന്ത്യൻ കോൺഗ്രസ്. ആളുകൾ ചോദിക്കട്ടെ, ആരോടാണ് ചോദ്യം ചോദിച്ചോളൂ. സാറേ, LDF-ന്റെ നേതാവാണ് സാറേ. സാറേ, ഈ ആറന്മുള മണ്ഡലത്തിൽ വികസനങ്ങൾ നടത്തിയെന്ന് സാറ് പറയപ്പെടുന്നു. പത്തനംതിട്ട ടൗൺ മുതൽ അങ്ങോട്ട് തുടങ്ങി ഇവിടുത്തെ മേജർ പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട മേൽപ്പാലം, മുനിസിപ്പൽ സ്റ്റേഡിയം, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, കോഴഞ്ചേരി പോകുമ്പോൾ കോഴഞ്ചേരി പാലം, ഇതിലേതെങ്കിലും സാറെ പൂർത്തീകരിച്ചിട്ടുണ്ടോ? ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? സാറിന്റെ ഉദ്ഘാടനം നടത്തിയെന്നുള്ള കറക്റ്റാണ്. ഇതേതെങ്കിലും ഉപകാരപ്പെടുണ്ടോ? അബാൻ മേൽപ്പാലം 5 വർഷമായി ഇവിടെ കിടക്കുക. ഒരു മനുഷ്യൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റത്തില്ല. അതുപോലെ TK റോഡിലുള്ള വികസനം സാറേ, പത്തനംതിട്ട കുമ്പഴ മുതൽ കോഴഞ്ചേരി ഉള്ള TK റോഡിൽ വണ്ടി ഓടിക്കാൻ പറ്റുമോ? സാറ് നോക്കുക. ഏതെങ്കിലും നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടെ കാണണം. ഞാൻ 32 വർഷം മുമ്പ് വിദ്യാർത്ഥി സംഘടനാ ബോധത്തിനായിട്ട് പത്തനംതിട്ട ടൗണിൽ വന്നതാണ്. പഴയ പത്തനംതിട്ട അല്ല ഇപ്പോഴത്തെ പത്തനംതിട്ട. ഈ പത്തനംതിട്ടയുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പത്തനംതിട്ടയിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ, ഇപ്പം ഇദ്ദേഹം പറഞ്ഞ മേൽപ്പാലം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിലെ തന്നെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അലൈൻമെന്റുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് ഓരോന്നോരോന്നായി പരിഹരിച്ചു വരുമ്പോൾ പറയട്ടെ അത് പരിഹരിച്ചു വരുന്നതിനിടയിൽ തന്നെ ഇന്നത്തെ ഇപ്പൊ പറഞ്ഞ മേൽപ്പാലം അപ്പുറത്തേത് പറഞ്ഞല്ലോ,
ഇതിൻ്റെ എല്ലാം ഓരോ പ്രശ്നങ്ങൾ ഇതുപോലത്തെ സന്ദർഭങ്ങളിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കോടതികളിൽ കേസ്, അതുകൂടാതെ കരാറുകാർ ഈ ഒരു കോൺട്രാക്ട് വർക്ക് എടുത്തു കഴിഞ്ഞാൽ എബോവിന് വേണ്ടി മാറ്റിക്കൊണ്ടു പോകുന്ന പ്രശ്നം, ഇങ്ങനെ നമ്മുടെ കേരളത്തിലെ നിർമ്മാണ മേഖലയിലുള്ള കുറേ ലാഗിങ് പ്രശ്നങ്ങളുണ്ട്. ഇതിനെ അതിജീവിച്ചുകൊണ്ട് ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇത് പൂർത്തീകരിക്കാനുള്ള ആത്മാർത്ഥതയാണ് കാണിച്ചത്. സ്റ്റേഡിയത്തെ പറ്റി കൂടി ഞാനൊരു വാക്ക് പറയാം. സ്റ്റേഡിയം സുരേഷ് അടക്കം മുനിസിപ്പൽ കൗൺസിലർമാരെല്ലാം ആയിരുന്നല്ലോ. സുരേഷ് ഉൾപ്പെടെയുള്ള മുനിസിപ്പൽ നേതാക്കന്മാരുടെ കുറ്റകരമായ അനാസ്ഥയാണ്. സക്കീർ ഹുസൈൻ ചെയർമാനായി വന്നതിന് ശേഷമാണ് സ്റ്റേഡിയം വിട്ടുകൊടുത്തത് കൊണ്ട് മാത്രമാണ് ആ സ്റ്റേഡിയം ഇങ്ങനെയെങ്കിലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അതുപോലെ ആശുപത്രിയുടെ ഞാൻ പറയാം. ആശുപത്രിയിൽ എന്താണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ സ്ഥിതി? ഇന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയക്കടക്കം എല്ലാ സൗകര്യങ്ങളുമുള്ള കാത്തലാബോട് കൂടി ഈ ആശുപത്രിയെ ഇത്രയധികം മെച്ചപ്പെടുത്തിയ വീണ ജോർജ് ആരോഗ്യമന്ത്രി ആയതിന്റെ ഗുണം കൂടെ കിട്ടിയ, ഞാൻ ചോദിക്കട്ടെ, നേരത്തെ അടൂർ പ്രകാശ് ആരോഗ്യമന്ത്രി ആയിരുന്നല്ലോ, എന്താ നടത്താഞ്ഞത്? വീണ ജോർജ് മന്ത്രിയായതിനു ശേഷമല്ലേ ഈ പറയുന്ന എല്ലാം നടന്നത്? അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, ശിവദാസൻ നായർ 10 വർഷം MLA ആയിരുന്നല്ലോ, എന്താണ് കോഴിക്കോട് മേൽപ്പാലം ഒന്ന് തുടങ്ങാഞ്ഞത്? 32 വർഷം മുന്നേ പത്തനംതിട്ട വന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് വലിയ വികസിച്ചെന്ന് പറഞ്ഞു പത്തനംതിട്ട. സാറേ, കാലോചിതമായ ഉണ്ടായ വികസനം പത്തനംതിട്ടയ്ക്ക് ഉണ്ടായിട്ടില്ല. മറ്റ് ജില്ലകളിലും മറ്റ് ടൗണുകളിലും ഉദ്ദേശിച്ചത് അത് സാർ ആരോഗ്യമന്ത്രിയുടെ സ്വന്തം സ്ഥലമാണ് ഇവിടെ. ആരോഗ്യ വകുപ്പ് സംസ്ഥാനത്തെമ്പാടും വലിയ മുന്നേറ്റം നടത്തിയൊരു 5 വർഷമാണ് അല്ലെ 10 വർഷമാണ് എന്ന് അവരുടെ പ്രധാനപ്പെട്ട അവകാശവാദമാണ്. നമ്മൾ കാണാനുണ്ട്. ഇപ്പോൾ റോഡും ആരോഗ്യ മേഖലയൊക്കെ കാണാനുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ ജോർജ് ഇവിടുത്തെ ആശുപത്രികളിലും ഇവിടുത്തെ കാര്യങ്ങളിലും നന്നായിട്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലേ? ആരോഗ്യ മേഖലയുടെ വലിയ വികസനം ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞാലേ ഇവിടെ ആളുകളൊക്കെ ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആരോഗ്യ മേഖലയുടെ വികസനമാണ് കഴിഞ്ഞ ദിവസം 5 പേര് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവിടെ തീ പിടിച്ച് മരിച്ചിട്ട് മൂടി വെച്ചിരിക്കുകയായിരുന്നു. അത് മാത്രമല്ല, ഓരോ ആശുപത്രിയിൽ നമ്മൾ നോക്കണം. ഇപ്പൊ ഇവിടെ പത്തനംതിട്ടയിലെ ആശുപത്രിയുടെ കാര്യമാണ് ശ്രീ സനൽകുമാർ പറഞ്ഞത്. അദ്ദേഹം ആശുപത്രിയിൽ പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അദ്ദേഹം റോഡിൽ കൂടെ വന്ന് കണ്ടതും പിന്നെ ആളുകൾ പറഞ്ഞു കേട്ടതായിരിക്കും. 10 വർഷക്കാലം വീണ ജോർജ് MLA ആയിട്ട് ആ ആശുപത്രിയുടെ വികസനം എന്ത് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് സാധാരണ ഒരു MLAക്ക് ചെയ്യാവുന്നതിന്റെ ഒരു അംശം പോലും ചെയ്യാൻ സാധിച്ചില്ല. ഇവിടെ കോന്നി മെഡിക്കൽ കോളേജ് അടൂർ പ്രകാശ് കൊണ്ടുവന്നു. ആ കാലത്തൊന്നും അത്ര നന്നായിട്ടല്ല ഇപ്പം ജനീഷ് കുമാർ അവിടുത്തെ MLA ആണ്. ആ ആശുപത്രി സ്ഥിതി എന്താണെന്ന് അറിയാമോ? അവിടെ ഒരു ഡോക്ടർ ഉരുണ്ട് വീണു. ആ ഉരുണ്ട് വീണ ഡോക്ടറിനെ എവിടെ ആശുപത്രി കൊണ്ടുവന്ന് അറിയാമോ? അവിടെ അല്ല ചികിത്സിച്ചത്, നേരെ കൊണ്ടുപോയത് ആശുപത്രിയിലേക്ക് എടുത്തോണ്ട് പോയി. ആ ആശുപത്രിയിൽ അദ്ദേഹത്തിനെ കൊണ്ട് ഇത്രയും നിലവാരമില്ലാത്ത ഒരു അഭിപ്രായം സുരേഷ് അല്ലാതെ ആർക്കാലും പറയാൻ പറ്റുമോ? കൊണ്ടുപോയി കഴിഞ്ഞ് അവിടെ ഓപ്പറേഷൻ നടത്തി. ആ കുട്ടിയുടെ കൈ ഒടിഞ്ഞ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ ആ കൈ ഇങ്ങനെ ഇരുന്നുകൊണ്ട് തിരിച്ചു പോകുന്നതായിട്ട് കണ്ടത്. ഇവിടുത്തെ എല്ലാ നമുക്ക് സ്നേഹമായിട്ടൊന്ന് തർക്കിക്കാം. ഞാൻ പറയുന്നു കോന്നി മെഡിക്കൽ കോളേജ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. കോന്നി മെഡിക്കൽ കോളേജ് അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഉഷാ ജോസഫിന്റെ വയറ്റിൽ കത്തി വന്നു. നമ്മള് ആരോഗ്യ മേഖലയിലെ ഒറ്റപ്പെട്ട ഏതെങ്കിലും ഡോക്ടർമാരുടെ നെഗ്ലിജൻസോ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രശ്നത്തെ എടുത്തുകൊണ്ടല്ല ആരോഗ്യ മേഖലയെ വിലയിരുത്തേണ്ടത്. ആരോഗ്യ മേഖലയിൽ മാത്രം ഈ ഗവൺമെൻറ്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് വെറും 400 കോടി രൂപ ചെലവഴിച്ച സ്ഥാനത്ത് ഈ ഗവൺമെൻറ് 8316 കോടി രൂപ ചെലവഴിച്ച ഗവൺമെൻറ്റാണ്. കേട്ടോണം. അതുപോലെ ഈ ഗവൺമെൻറ് 21 കോടി രൂപയുടെ സൗജന്യ ചികിത്സ കൊടുത്ത ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. അതുപോലെ നേരത്തെ OPയിൽ വന്നുകൊണ്ടിരുന്നവരുടെ എണ്ണം ഈ ഒരു വർഷക്കാലത്തെ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ കേരളത്തിലെ OPയിൽ വന്ന രോഗികളുടെ എണ്ണം 12.5 കോടിയാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഗവൺമെന്റ് ആശുപത്രി ആശ്രയിക്കുന്നു. അവശ്യ മരുന്നുകൾ, ഷുഗറിന്റെയും പ്രഷറിന്റെ, അല്ല ഒരു മിനിറ്റ് എനിക്ക് തരണം, ഷുഗറിന്റെയും പ്രഷറിന്റെ അടക്കമുള്ള മരുന്നുകൾ, അവശ്യ മരുന്നുകൾ സൗജന്യമായി പക്ഷേ കോന്നി മെഡിക്കൽ കോളേജിന്റെ കാര്യം പറയാം. ഞാൻ 2016 കോന്നിയിൽ LDFന്റെ കാൻഡിഡേറ്റായിട്ട് മത്സരിച്ച ആളാണ്. അന്ന് അടൂർ പ്രകാശിനെതിരായിട്ടുള്ള വിമർശനം തന്നെ കോന്നിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഒരു പാറയുടെ മേളിൽ
കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അവിടെ കുട്ടികൾ വന്നോ? ഞങ്ങളുടെ ഗവൺമെൻറ് വന്ന് ജനീഷ് MLA ആയതിനു ശേഷം 756 കോടി രൂപ കോന്നി മെഡിക്കൽ കോളേജിന് മുടക്കി. ആ മെഡിക്കൽ കോളേജായി കുട്ടികൾ അവിടെ പഠിക്കുന്നു. ഇത് തന്നെയായിരുന്നു ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി. അവിടെ ആരാ കുട്ടികളെ പഠിപ്പിക്കാൻ? അവകാശവാദങ്ങൾ ഉയർത്താൻ അവർക്ക് അവസരമുണ്ട്. നിങ്ങൾ 3ാം സ്ഥാനത്ത് നിന്നാണ് മത്സരിക്കുന്നത്. പക്ഷേ എന്നാലും ഈ LDF സർക്കാർ ഈ 10 വർഷം ആരോഗ്യ മേഖലയിലൊക്കെ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഉണ്ടാക്കി എന്ന് തള്ളിക്കളയാൻ പറ്റുന്നതാണോ? ഇപ്പോൾ തന്നെ ചർച്ച തുടങ്ങിയിട്ട് അരമണിക്കൂറായി. ഇവിടെ കുറെ ഡീലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിന്റെ സനൽകുമാർ പറഞ്ഞത് കർണാടകത്തിലെ കാര്യം പറഞ്ഞു. കോൺഗ്രസും CPM തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞു. അവിടെ ഇവർ ഒന്നിച്ച കാര്യങ്ങൾ പറഞ്ഞു. ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ വ്യത്യസ്തമായിട്ട് നിന്ന് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം എനിക്കറിയാം ഈ വേദിയിൽ സദസ്സിലുമെല്ലാം ഒരു വിഭാഗം LDFന്റെയും ഒരു വിഭാഗം UDFന്റെയും ആൾക്കാരായിരിക്കുന്നത്. നിങ്ങളാൾ വന്നിട്ടില്ലേ? നമ്മളാൾ വരില്ല. കുറച്ച് ആളാരും വന്നു. നിങ്ങളുടെ ആളോട് വരണം. ആളില്ല കുഞ്ഞേ. പറഞ്ഞോ ഒരു നിമിഷം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലുള്ളവര് വികസനത്തിനാണ് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും, NDAക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നുള്ളതിന് വയനാട്ടിൽ നമ്മുടെ സംസ്ഥാനം കണ്ടിട്ടില്ലാത്ത വലിയ അപകടം ഉണ്ടായി, ദുരന്തം ഉണ്ടായി. പ്രധാനമന്ത്രി അവിടെ വന്നു, പക്ഷേ ഒരു നയാ പൈസ നമുക്ക് തന്നില്ല. ശ്രീ ബിജു മാത്യു ഒരു നയാ പൈസ തന്നില്ല. ഒരു നയാ പൈസ തന്നില്ലെന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള മുരളീധരൻ എന്ന് പറയുന്ന മുൻ കേന്ദ്രമന്ത്രി ആയിരുന്ന ആൾ പറഞ്ഞത്, ഏറ്റവും അവസാനം അവരുടെ BJPയുടെ നേതാവായിട്ടുള്ള കൃഷ്ണദാസ് പറഞ്ഞത്, എല്ലാ നേതാക്കന്മാരെയും 3 വാർഡിലൊരു ഇതുണ്ടായതിന് എന്തോ കൊടുക്കാനാണ്. 3 വാർഡ് സംഭവത്തിന് എങ്ങനെയാ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത്? പറയാണ് ഒരു നയാ പൈസയുടെ ഉപകാരം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് BJP വഴി ചെയ്തെങ്കിൽ അതുകൊണ്ട് കോന്നി മെഡിക്കൽ കോളേജിന് കേന്ദ്ര സർക്കാരിന്റെ എത്ര രൂപ വന്നുള്ളത് എന്ത് വന്നു? ഏത് വഴി വന്നെന്ന് ഈ ജനറൽ ആശുപത്രിയില് കേന്ദ്ര സർക്കാരിന്റെ എത്ര രൂപ വന്നെന്ന് ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഒന്ന് പറയട്ടെ. അംഗീകരിക്കുന്നു. പറ്റിയിട്ടുണ്ടോ ശ്രീ ബിജു മാത്യു NDAക്ക്? നാട്ടുകാരുടെ മുന്നിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ ഈ കാര്യങ്ങൾ? തീർച്ചയായിട്ടും NDAയുടെ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ BJPയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അത് ജനങ്ങളുടെ മുമ്പിൽ ചോദ്യമുണ്ട്. ഒറ്റ കാര്യം കൂടെ ഇദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. സനീഷ് ഞങ്ങൾ രണ്ടുപേരും ഒന്നും ചെയ്തു മാറിപ്പോയി. സനീഷ് ഒറ്റ കാര്യം ഇത് പറഞ്ഞതിന് പറയാണ്, ഈ കേരളത്തോട് ഇത്രയധികം അവഗണന ചെയ്ത ഒരു കേന്ദ്ര ഭരണമില്ല. നമ്മുടെ കേരളത്തിൽ നിന്ന് 100 രൂപ പിരിച്ചുകൊണ്ട് പോകുമ്പോൾ 25 രൂപയാണ് നമ്മുടെ കൈ കിട്ടുന്നത്. 75 രൂപയും കേന്ദ്രം എടുക്കുകയാണ്. നമ്മുടെ ടാക്സ് 25 രൂപ വെച്ച് കടമെടുക്കാൻ സമ്മതിക്കത്തില്ല, നമ്മളെ ചലിക്കാൻ സമ്മതിക്കത്തില്ല. നമ്മളെ ഒരു കാര്യത്തിന് സമ്മതിക്കാതിരിക്കുന്നവരാണ് പറയുന്നത്. ഈ പത്തനംതിട്ടയുടെ വികസനം എന്ന് പറഞ്ഞാൽ KK നായർ സാറ് ഇവിടെ MLA ആയിട്ടിരിക്കുമ്പോഴാണ് ആദ്യം ഇവിടെ പത്തനംതിട്ട ഒരു മുഖച്ഛായ മാറുന്ന ഒരു വികസനം മുൻ MLA. അതിനുശേഷം 10 വർഷമോ 15 വർഷമോ ശിവാസൻ നായർ ഇവിടെ MLA ആയിരുന്നു. അതിനുശേഷം ഈ മണ്ഡലത്തിൽ വികസനം വന്നത് 2016 to 2026 ഈ 10 വർഷക്കാലം. ഇവിടെ എപ്പോഴും മത്സരിക്കാൻ വരുന്നത് പത്തനംതിട്ട, ഈ ജില്ലയുടെ ആസ്ഥാനമാണ് പത്തനംതിട്ട. ഈ പത്തനംതിട്ടയ്ക്ക് പുറത്തുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ മത്സരിക്കാൻ വരുന്നത്. അവർക്ക് പത്തനംതിട്ടയുമായിട്ട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ഉദാഹരണമാണ് ഇവിടുത്തെ MP. ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ ജോർജ് പണിത പാലം തീർന്നില്ല, ആശുപത്രി ഇതേ തീർന്നില്ല, അതുപോലെ തന്നെ ഉള്ള സ്റ്റേഡിയം തീർന്നില്ലെന്ന്. ഇതുപോലെ ആന്റണി ഇതുപോലെ തീരാത്ത ഏതെങ്കിലും ഒരു പ്രൊജക്ട് ആന്റണി 15 വർഷക്കാലം ഇവിടെ MP ആയിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു തീരാത്ത പ്രൊജക്ട് കല്ലിട്ട കാണിക്കില്ല, ഹൈമാസ്റ്റായിട്ടും കാണിക്കില്ല. കല്ലിട്ട പ്രൊജക്ടും കാണിക്കില്ല, ഹൈമാസ്റ്റിലായിട്ടും കാണിക്കരുത്. ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. ഈ ജില്ല അറിയാവുന്ന, ഈ നാടിനെ അറിയാവുന്ന പുറത്തൊരാളെ നമുക്ക് ജയിപ്പിച്ച് വിട്ടാൽ, ഇപ്പൊ ശിവാസൻ നായർ സാർ താമസിച്ചിരുന്ന ആറന്മുളയിലാണ്.
പുള്ളിക്ക് ഈ പത്തനംതിട്ട ടൗണുമായിട്ടോ ഇവിടെയുമായിട്ടോ യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല. പുള്ളിക്കാരൻ ഇവിടെ വരുന്നു, തിരിച്ചു പോകുന്നു. അപ്പൊ ഈ നാടിനെ അറിയുന്ന ആളാണ് കെ നായർ സാർ. അതിനുശേഷം വന്ന വീണ ജോർജ് ആണ് ഈ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ. ഇതൊരു വസ്തുതയാണ് ശ്രീ സുരേഷ് കുമാർ, അതാണ് ഒരു വസ്തുതയാണ്. അതായത് ഈ അനുഭവവേദ്യമായിട്ടുള്ള വികസനം നാട്ടുകാർക്ക് മനസ്സിലായത്, സ്പർശിച്ചറിയാവുന്ന വികസനം, അത് ഇവിടെ മാത്രമല്ല കേരളത്തിലല്ല എടുത്തു. പ്രിയപ്പെട്ട സുഹൃത്ത് സൂചിപ്പിച്ചല്ലോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്തിനാ ഈ തോമസ് ഐസക്കിനെ ഇവിടെ മത്സരിപ്പിച്ചെന്തിനാ? പ്രമോദ് നാരായണനെ റാന്നിയിൽ എന്താ നിങ്ങൾ മത്സരിപ്പിക്കുന്നേ? പ്രജി കണ്ണനെ അടൂരിലെന്താ? അപ്പൊ നിങ്ങളെ ഈ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഒരു പാർട്ടി ഞാൻ പറഞ്ഞത് ഇവർ പറയുന്നത് ഇവിടെയുള്ള സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാത്തതുകൊണ്ട് അവർക്ക് വലിയ വിഷമമാണെന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് തോമസ് ഐസക്കിനെ ഒക്കെ അവർ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അത് പോട്ടെ, നിങ്ങൾ എന്ത് ചെയ്തു? ഇവിടെ ഇവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നല്ലോ. അപ്പൊ സ്ഥാനാർത്ഥിയുടെ മെച്ചമോ കാര്യങ്ങളോ ഒക്കെ ഒരു പാർട്ടി തീരുമാനിക്കും. ഇവര് കെ നായർ സാറിനെ അംഗീകരിച്ചല്ലോ. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് കെ നായർ സാർ മോശമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ കോൺഗ്രസിന്റെ നേതാവായിരുന്ന കെ നായർ സാർ അന്ന് നല്ലതുപോലെ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ശിവദാസൻ നായർ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അവർ പറയുന്നു ശിവദാസൻ നായർ ഒന്നും ചെയ്യുന്നില്ല. കെ നായർ സാർ മരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കെ നായർ സാർ നല്ലവനാണ്. അപ്പൊ ഓരോ അവസരത്തിലും ഈ കേന്ദ്രീയ വിദ്യാലയം ഓമല്ലൂർ കൊണ്ടുവന്നതാരാ? കേന്ദ്രീയ വിദ്യാലയം ഓമല്ലൂർ കൊണ്ടുവന്നതാരാ? ആന്റോ ആന്റണിയാണോ? നിങ്ങൾ സമ്മതിച്ചോ? ഇനിയും ഒട്ടനവധി റോഡുകൾ, പാലങ്ങൾ, ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞ ഹൈമാസ് ലൈറ്റ്, നിങ്ങളുടെ ജനപ്രതിനിധികളോട് ചോദിച്ചാൽ മതി. നിങ്ങളുടെ ഓരോ ജനപ്രതിനിധികളോട് ചോദിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച റോഡുകൾ നിങ്ങൾ പറഞ്ഞാൽ മതി. ഹൈമാസ് ലൈറ്റ്, വെയിറ്റിംഗ് ഷെഡ് ഒക്കെ മോശമാണെന്ന് അവർ പറയുന്നത്. ഇതൊക്കെ ജനങ്ങൾക്ക് ആവശ്യമില്ല. വീണ ജോർജ് അല്ലേ അതെല്ലാം കൊണ്ടുവന്ന് നല്ല ജയിച്ചത് അതുകൊണ്ടാണല്ലോ. ആവശ്യമില്ലാത്ത സാറ് ആദ്യം ഞങ്ങളുടെ പാർട്ടിയിലായിരുന്നു, അദ്ദേഹം പിന്നീട് കോൺഗ്രസിന്റെ MLA ആയി. പക്ഷെ ഒരു കാര്യം, കെ നായർ സാറിന്റെ പേരിലും ഹാജി മീരാ സാഹിബ് സാറിന്റെ പേരിലും ഇവിടെ പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും സ്റ്റേഡിയം ഉണ്ടാക്കാൻ വീണ ജോർജ് വരേണ്ടി വന്നു. ആന്റോ ആന്റണി സ്റ്റേഡിയത്തിന്റെ അപ്പുറത്ത് ഇട്ടേക്കുന്നത് നമ്മുടെ ജഗദീഷ് സിനിമയിൽ പറഞ്ഞ പോലെ തോളത്ത് നോക്കേണ്ട അവസ്ഥ കിടക്കുകയാണ്. നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ മുനിസിപ്പാലിറ്റി പങ്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ചോദ്യങ്ങൾ വരും അവരുടെ ഭാഗത്ത് കുറച്ചുകൂടെ. ശ്രീ സുരേഷ് കുമാർ, ഇവിടെ ഈ 10 കൊല്ലം പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു പ്രവർത്തനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനെ എതിർക്കുന്നതാണെങ്കിൽ എതിർക്കാം, അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ അതിനെ മറികടക്കുന്ന ഒന്ന്, ഈ 10 വർഷക്കാലം പല കാരണങ്ങൾ കൊണ്ട് പല പരിപാടികൾ, ഇപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിലൂടെ പോകുമ്പോൾ ഒരുപാട് നല്ല റോഡുകൾ നമുക്ക് എല്ലാവർക്കും അനുഭവവേദ്യമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത സർക്കാർ നിങ്ങളാണ് വരുന്നതെങ്കിൽ ഇതിനെ മറികടക്കുന്ന എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, എല്ലാ സ്ത്രീകൾക്കും KSRTCയിൽ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. പക്ഷേ അത് നടക്കുന്ന കാര്യമല്ല എന്നാണ് അവരിൽ പല ആളും ചൂണ്ടിക്കാണിക്കുന്നത്. എന്താ ശരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇനി നിങ്ങൾക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ? അല്ല, മുഖ്യമന്ത്രിയുടെ ഈ PR വർക്ക് നടത്തുന്നത് കോടിക്കണക്കിന് രൂപ ഉണ്ടാ, അതെല്ലാം വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ അത്രയും പൈസ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ഈ ബസ്സുകളിൽ സൗജന്യമായി യാത്ര നടത്താൻ കഴിയും. അതോടെ. പക്ഷേ ഈ നാട്ടിൽ ഇവിടെ പറഞ്ഞു ആരോഗ്യമേഖല ഞാൻ ഇനി പറയുന്നില്ല, കാരണം വീണ ജോർജ് ജനങ്ങൾ മുഴുവൻ ആകപ്പാടെ അവർക്കെതിരായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്, എല്ലാവർക്കും അറിയാം. ആരോഗ്യമേഖല തകർന്നു. കാട്ടാന ശല്യം ഇവിടെ പത്തനംതിട്ടയിൽ നമുക്കറിയാം വനമേഖലയാണ്. എത്ര പേരാണ് മരിച്ചത്? ഈ കേരളത്തിലുടനീളം 1000-ലധികം ആളുകളെ ചവിട്ടിക്കൊന്നു. ഒരു നടപടിയെടുക്കാൻ സാധിച്ചോ? വിദ്യാഭ്യാസ മേഖല തകർന്നു. വിദ്യാഭ്യാസ മേഖലയാകെ കുത്തഴിഞ്ഞ രീതിയിലേക്ക് പോയി. എന്തിനേറെ പറയുന്നു, കള്ളന്മാരുടെ ഒരു ഭരണമാണിതെന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ കഴിയുമോ? ശബരിമല കൊള്ള നടത്തി 12 പേരകത്തായി. 12 പേരകത്തായപ്പോൾ ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് ശ്രീ പത്മകുമാറാണ് ആദ്യം അകത്തായത്. പിന്നെ ഈ കൊള്ള നടത്തി തട്ടിപ്പ് നടത്തി അകത്തായി മുഴുവൻ എണ്ണവും CPM-ന്റെ നേതാക്കന്മാരാ. അവരാ ഇവിടെ ന്യായം പറഞ്ഞുകൊണ്ട് വരുന്നത്. സഹകരണ മേഖല തകർന്നില്ല. ഇന്ന് ഉണ്ണികൃഷ്ണപിള്ള ഇവരുടെ നേതാവാ, അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞിരിക്കുകയാണ് 75 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു, ഞാൻ രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നാണമില്ല ഇവർക്ക് ഈ തട്ടിപ്പിനെ കുറിച്ചോ അഴിമതിയെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ? ഈ കേരള സംസ്ഥാനം ഉടനീളം തട്ടിപ്പിന്റെയും കൊള്ളയുടെയും ഒരു കേദാരഭൂമിയായി മാറിയിരിക്കുന്നു. അതിനെതിരെ ജനങ്ങൾ വിധി എഴുതാൻ പോവുകയാണ് എല്ലാ രംഗത്തും. ശബരിമല സ്വർണ്ണക്കൊള്ള അത് ചർച്ച ചെയ്യാതെ പോകാൻ പറ്റില്ല, പ്രത്യേകിച്ചും ഇവിടെ പത്തനംതിട്ടയിൽ വെച്ചിട്ട്. താങ്കളുടെ സുഹൃത്തു കൂടിയാണ് പത്മകുമാർ, ഇപ്പോൾ എത്ര ജയിലിൽ കിടന്നു. അത്രയും പവിത്രമായുള്ള സ്ഥലത്തെ പോലും കൊള്ള നടത്തി. അത് പറയുമ്പോഴേ
ഈ കനകോലു കോൺഗ്രസ് വന്നതിന് ചുമതല വന്നതിന് ശേഷം അദ്ദേഹമാണല്ലോ ഇവരുടെ KPCC പ്രസിഡന്റ്. അദ്ദേഹം വന്നതിന് ശേഷം ഈ നുണ 100 തവണ പറയാൻ ഞാൻ പറയട്ടെ, നുണ 100 തവണ പറയാൻ ഇവരെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിന്റെ യാഥാർത്ഥ്യമല്ലേ, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 18 മാസം മുടക്കിയ പെൻഷൻ 62 ലക്ഷം കുടുംബങ്ങൾക്ക് 2000 രൂപയായി വർദ്ധിപ്പിച്ചു കൊടുത്ത ഒരു ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. അത് പറയട്ടെ, ഇത് ഉൾപ്പെടെ ഈ കേരളത്തിലുണ്ടായ വിദ്യാഭ്യാസ മേഖല പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. സുരേഷ് പറഞ്ഞില്ല, ഞാനത് പറയത്തില്ലായിരുന്നു. 2.5 പറയും, ഞാൻ ഒന്നും പറയാതെ പോകത്തില്ല. 2.5 ലക്ഷത്തോളം കുട്ടികൾ പ്രതിവർഷം നമ്മുടെ സ്കൂളുകളിൽ വരിക. ഹൈടെക് ആയി നമ്മുടെ സ്കൂൾ എന്തിനാ? വീണ ജോർജിനെ എല്ലാത്തിനും കുറ്റം പറയുമല്ലോ. അംഗനവാടി കുട്ടികൾക്ക് വരെ ബിരിയാണി കൊടുക്കുന്ന ഒരു സംസ്ഥാനം കേരളമേ ഉള്ളൂ. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റിനെയാണ് ഇദ്ദേഹം കുറ്റം പറഞ്ഞത്. ഇനി ശബരിമലയെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ പറയുക, ആദ്യം ഈ പറയുന്ന ഗോവർദ്ധനെയും മറ്റവരെയും എല്ലാം വിളിച്ചുകൊണ്ട് നമ്മുടെ ജില്ലയുടെ MP ആന്റോ ആന്റണിയും ജില്ലക്കാരനായ അടൂർ പ്രകാശും കൂടെ സോണിയാഗാന്ധിയെ വിളിച്ചെടുക്ക കൊണ്ടുപോയതിന്റെ ആദ്യം പറയേണ്ടത് നേരത്തെ പോറ്റിയെ കയറ്റിയ പാട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇട്ടു. ഇപ്പൊ എന്താ ഇടാത്തെ? പിന്നെ ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വളരെ നേരത്തെ പറഞ്ഞു. ഇവര് വളർത്തിക്കൊണ്ട് വന്ന ശബരിമലയിൽ ആദ്യമായിട്ട് ഇതുപോലെ തട്ടിപ്പ് അതിനകത്ത് ദേവസ്ഥാനത്ത് നിന്ന് പണം സ്വർണ്ണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിന്നാണല്ലോ തുടങ്ങുന്നത്. എല്ലാ ജനങ്ങളും അറിയേണ്ടതും മാധ്യമങ്ങൾ വീണ്ടും വീണ്ടും മറക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഞാൻ വീണ്ടും പറയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യം അവിടെ കൊണ്ടുവരുന്നത് MP ഗോവിന്ദൻ നായർ സാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ, KC വേണുഗോപാൽ ദേവസ്വം മന്ത്രി ആയിരുന്നപ്പോഴാണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഞാൻ പറയട്ടെ, തന്ത്രിയാണ് കൊണ്ടുവരുന്നത്. തന്ത്രിയുടെ സഹായിയായിട്ടാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് രണ്ടാമത് പിന്നീട് ശിവകുമാർ എന്ന് പറയുന്ന ഇവരുടെ മന്ത്രി, അയാളുടെ സഹോദരൻ അവിടെ കിണ്ണം വാങ്ങിക്കുന്നതിന് വരെ കാശടിച്ചു മാറ്റിക്കൊണ്ടിരുന്ന വിജിലൻസ് അഴിമതി നടന്നുകൊണ്ടിരിക്കുക. പിണറായി സർക്കാർ പിടിച്ച പറയാണ്, പക്ഷേ ഞാൻ പറയാം, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു, ഞാൻ അവിടെ കൊടുത്തൊരു സാധനം കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയന്റെ വിജിലൻസ് ആണ് ഇത് അന്വേഷിക്കാൻ തീരുമാനിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരന്റെ വീട്ടിൽ നിന്ന് കിട്ടിയത്. ഇത് കിട്ടിയപ്പോഴാണ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കള്ളത്തരമല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നല്ല. പത്മകുമാറിനെ പറ്റി പറയുന്നത് കേൾക്കണ്ടേ? ദേവസ്വത്തിന്റെ കോൺഗ്രസിലെ സംഘടനാ നേതാവായിരുന്ന ബൈജുവും ജയശ്രീയും എല്ലാം അടങ്ങുന്ന ഈ സംഘവും പത്മകുമാറിന്റെ കാര്യത്തിൽ പത്മകുമാർ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കുറ്റപത്രത്തിന്റെ സമാധാനത്തോടു കൂടി അറിയത്തുള്ളൂ. എങ്കിൽ പോലും ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി എല്ലാ നേതൃസ്ഥാനങ്ങളിലും ഞങ്ങൾ മാറ്റി ഒരാളിനെ സംബന്ധിച്ച് കുറ്റപത്രം ശബരിമല പ്രശ്നം വലിയ കുഴപ്പമാവും. ഇവിടെ ഒരു വോട്ടിനെ സ്വാധീനിക്കും. ഇത് കാണികളായിട്ടുള്ള ആൾക്കാരടക്കം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെല്ലാം ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ വാർത്താവിനിമയ ലോകത്ത് നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന കാലഘട്ടമാണ്. ഈ ശബരിമല കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇവിടുത്തെ സാധാരണപ്പെട്ട എല്ലാവർക്കും അറിയാം. കാരണം ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും UDF-കാരനും LDF-കാരനും നമുക്കറിയാം. നമ്മൾ ശബരിമല പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയാം. എന്താ തീരുമാനം? പത്മകുമാറിനെതിരെ നടപടി എടുത്താൽ
പറയട്ടെ ശ്രീസാനല്ല, അത് പറയട്ടെ. അല്ല, ഈ തന്ത്രിയെ ന്യായീകരിച്ച കാര്യം കൂടെ ഒന്ന് പറയണം. സമയം നിങ്ങളുണ്ട്. പത്രസമ്മേളനം നടത്തിയാ പറഞ്ഞത്. കണ്ടിന്യൂ അല്ല കണ്ടിന്യൂ. അല്ല, ഞാൻ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ അല്ല ബിജു ഒരു കാര്യം, അതായത് അദ്ദേഹം ഒരു കാര്യം എന്നോട് പറഞ്ഞു. അതായത് ഈ പറയുന്ന പ്രശ്നമെല്ലാം പറയുമ്പോൾ തന്ത്രിക്കെതിരെ വന്നപ്പോൾ നിങ്ങൾ തന്ത്രി അനുകൂലിച്ചു. ഇതേ കുഴപ്പമോട് ചെയ്ത ആൾക്കാരാണ്. തുടങ്ങട്ടെ. പറഞ്ഞോ. നിങ്ങള് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. പത്മകുമാർ 100 ദിവസത്തിലധികം ദിവസം ജയിലിൽ കിടന്നു. ആ സമയത്തൊന്നും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പോലും അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തില്ല. നടപടിയെടുക്കാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാരും തർക്കിക്കേണ്ട ആവശ്യമില്ല, അതിന് ബഹളം വെക്കേണ്ട ആവശ്യമില്ല. കാരണം പത്മകുമാർ പല കാര്യങ്ങളും പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് പേടിച്ചു മാത്രം പത്മകുമാറിനെ എതിരെ നടപടിയെടുത്തില്ല. ഇത് LDF-കാരനും UDF-കാരനും പാത്രം മോഷ്ടിച്ചതും കിണ്ണം മോഷ്ടിച്ചതും ദ്വാരകപാല ശില്പങ്ങൾ മോഷ്ടിച്ചതും അടക്കമുള്ള നമ്മളൊക്കെ സത്യം പറഞ്ഞ ശബരിമലയിൽ പോകുന്നത് വ്രതം നോക്കി അവിടെ 1 രൂപയോ അല്ലെ ഒരു 100 രൂപയോ നമ്മുടെ മുമ്പിൽ കണ്ടാൽ നമ്മളതെടുത്ത് വഞ്ചികയിലിടുന്ന ആൾക്കാരാണ് നമ്മൾ. എങ്ങനെ ഇതൊക്കെ മോട്ടിക്കാൻ പറ്റി? പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി രണ്ട് പൊള്ളയായ വാഗ്ദാനങ്ങൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പ്രഖ്യാപിച്ചിട്ട് പോയി. ഒന്ന് 3000 രൂപ ആക്കി ക്ഷേമ പെൻഷൻ മാറ്റുമെന്നും KSRTCയിലെ വനിതകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുമെന്നും പറഞ്ഞു. 600 രൂപ പെൻഷൻ കിടന്നപ്പോൾ അത് മര്യാദയ്ക്ക് കൊടുക്കാൻ കഴിയാത്ത നിങ്ങൾ വയനാടിൽ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ് ഒരു കല്ല് കൊണ്ടിട്ടിട്ട് മുങ്ങി നടക്കുന്ന നിങ്ങൾ, ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളും ഇതും കാണിക്കുന്ന നിങ്ങളെ ഈ കേരളത്തിലെ ജനങ്ങൾ എന്തൊരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വസിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇന്ന് ഇവിടുത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൂടിയായ അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷനാണ്. അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ ഇന്ന് ചോദ്യം ചോദിക്കുകയുണ്ടായി. വയനാടിൽ യൂത്ത് കോൺഗ്രസ് വെച്ച് നൽകുന്ന വീട് പൂർത്തീകരിക്കാൻ വേണ്ടി അവർക്ക് കല്ലിടാൻ വേണ്ടിയോ സഹായിച്ചിട്ടില്ല. അതിന് പിരിച്ച പണത്തിൻ്റെ കണക്ക് ചോദിക്കുമ്പോൾ DYFI എത്ര രൂപ പിരിച്ചു എന്ന് പറയുന്ന തരത്തിലേക്ക് മാറുകയാണ്. DYFI അന്തസ്സായിട്ട് 20 കോടി രൂപയോളം പല സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അന്തസ്സായി പിരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയും ഈ ഇന്നുയർന്നിരിക്കുന്ന 100ഓളം വീടുകളിൽ DYFIയുടെ മഹത്തരമായ പങ്കുകൊണ്ടെന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോട് പറയാൻ സാധിക്കും. 20 കോടി രൂപ പിരിച്ച് എത്ര നാൾ നിങ്ങൾ അത് ബാങ്കിൽ ഇട്ടിരുന്നു? പലിശ അതായത് നിങ്ങൾ ഭരിക്കാൻ പോവാണല്ലോ, ഭരിക്കാൻ വേണ്ടി. പക്ഷേ വയനാട് പോലത്തെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ട് അതിലൊരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. വെറുതെ കല്ലിടുക മാത്രമാണ്. എവിടെ ഒരു സ്ഥലം കല്ലിടുക മാത്രമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യമായ സ്ഥലം ഒരുക്കി കൊടുക്കാൻ ഇവർക്ക് തയ്യാറായില്ല. അങ്ങനെ പല വിഷയങ്ങൾ കഴിയാതെ വന്നത് അത് വളരെ വ്യക്തമായിട്ട് യൂത്ത് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. ആ വീടുകൾ കൃത്യമായ നിയമാനുസരണം കൊടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ചെയ്തിരിക്കും. ആ പ്രവർത്തനമായി ഞങ്ങൾ മുന്നോട്ട് പോയിരിക്കും. ഇവർ പിരിക്കുന്ന പൈസ ഓരോ മേഖലാ കമ്മിറ്റിക്കും ഞങ്ങൾ എത്ര രൂപ പിരിച്ചെന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ നിങ്ങൾ പിരിച്ച ഫണ്ട് വെട്ടിച്ചത് പഴയ MLA കുഞ്ഞികൃഷ്ണ പറഞ്ഞത്, ഞങ്ങളല്ല പറഞ്ഞത്. കുഞ്ഞികൃഷ്ണനാണ് പറഞ്ഞത് പാർട്ടി ഓഫീസ് പണിയാൻ വേണ്ടി ഞങ്ങളല്ല പറഞ്ഞത്. ഇപ്പൊ ഉണ്ണികൃഷ്ണ പിള്ളയുടെ ഭാര്യ പറഞ്ഞത് ബാങ്കിൽ തട്ടിപ്പാണ് പറഞ്ഞത്. നിങ്ങളുടെ സഖാവ് ഉണ്ണികൃഷ്ണ പിള്ളയുടെ ഭാര്യയാണ് ഞങ്ങളല്ല പറഞ്ഞത്. അപ്പൊ അഭിമന്യുവിന്റെ രക്തസാക്ഷി ഫണ്ട് പിരിച്ച് അതിൽ വെട്ടിപ്പ് വയനാടുമായി ബന്ധപ്പെട്ട് ഞാൻ ഒറ്റ കാര്യം പറയുകയാണ്. പ്രിയങ്ക ഗാന്ധി അവിടുത്തെ MP ആയിരുന്നു, രാഹുൽ ഗാന്ധി അവിടുത്തെ മുൻ MP ആയിരുന്നു, അവിടുത്തെ സിദ്ദിഖ് അവിടുത്തെ MLA ആയിരുന്നു. ഒറ്റ പൈസ ഈ വയനാടിന് വേണ്ടി കൊടുത്തിട്ടില്ല. ഇവരിട്ട കല്ല് ഇവർക്ക് സംരക്ഷിക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇട്ട കല്ല് അത് ആനയെടുത്തോണ്ട് പോയി. സുരേഷ് കുമാർ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിലെ വയനാടിന്റെ കാര്യം എടുത്തു പറഞ്ഞായിരുന്നു. അവിടെ രാഹുൽ ഗാന്ധി 10 ഏക്കർ സ്ഥലമാണ് കണ്ടുപിടിച്ചിട്ടിരിക്കുന്നത്. അവിടെ 300 വീടാണ് വെച്ചു കൊടുക്കുന്നത്. 300 വീട് ഇപ്പൊ തറക്കല്ലിട്ടു. 300 വീടാ വെച്ചു കൊടുക്കാൻ പോകുന്നത്. നടക്കൂല.
ഇട്ട കല്ല് ആന എടുത്തോണ്ട് പോയി. രാഹുൽ ഗാന്ധി ഇട്ട കല്ല്. സ്റ്റോപ്പ് ചെയ്യാമോ? നിങ്ങൾ എല്ലാവരും എല്ലാ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ പ്രവാസികളെ കുറിച്ച് സംസാരിക്കുന്നില്ല? വാക്കുകളെ കുറിച്ച് മാത്രം എന്തോ ഇത്? പ്രവാസികൾക്ക് പ്രായം വരട്ടെ. ഇപ്പോഴത്തെ യുദ്ധഭീഷണിയിൽ അതുപോലെ തന്നെ ഈ 2 ടൈമായിട്ടും ഭരിക്കുന്ന 2 പേരാണ്. പ്രവാസികൾക്ക് വേണ്ടി എന്ത് ചെയ്തു അത് പറയൂ. പ്രവാസികൾക്ക് വേണ്ടി തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് 5000 രൂപ പെൻഷനുള്ള ഏക സംസ്ഥാനം ഈ പ്രവാസി ക്ഷേമനിധി ബോർഡുള്ള ഏക സംസ്ഥാനം കേരളമാണ്. ഏക സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തുമില്ല. ഒരു സംസ്ഥാനത്തുമില്ല പ്രവാസി ക്ഷേമനിധി ഉള്ളത് ഇവിടെയാണ്. വലിയൊരു യുവ സമൂഹമുള്ള ജില്ലയാണ് പത്തനംതിട്ട. ആ പത്തനംതിട്ട ജില്ലയിൽ യുവാക്കളെ അഭിസംബോധന പറയുകയാണ്. എന്ത് PSC യിൽ എന്ത് മാനദണ്ഡത്തിലാണ് ഈ കാലയളവിൽ വലിയൊരു ക്രമക്കേടാണ് PSC നടക്കുന്നത്. ഒരു ആൾക്ക് പോലും ജോലിയില്ല. രണ്ട് ടേമിലായി 3,16,000 പേർക്ക് PSC വഴി നിയമനം കൊടുത്ത ഏക സംസ്ഥാനം കേരളമാണ്. 1.5 ലക്ഷം പേർക്ക് പോലും ജോലി കൊടുക്കാൻ ജോലി കൊടുത്തത് കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ കോൺസ്റ്റബിൾ ആയതൊക്കെ സർക്കാർ ജോലി കൊടുക്കാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. മര്യാദ അവിടെ നിൽക്കേ. വേണ്ട നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട. ഇന്ന് അവര് തോറ്റുപോയതിന്റെ ഒരു വിഷമോ. ഇന്ന് അവര് PSC ജോലി കൊടുത്തോന്ന് ചോദിക്കുമ്പോ അബിൻവർക്കി തോറ്റ് തൊപ്പിയിടാൻ പോകാൻ തുടക്കമായത്. ഇവിടെ ഈ പത്തനംതിട്ട ജില്ലയിലെ 5 കപ്പിത്താനും മുങ്ങാൻ പോവുക. ഞാൻ പറയുന്നു ഏറ്റവും കൂടുതൽ ഈ നാട്ടിലെ എനിക്ക് ആ സ്നേഹിതൻ ചോദിച്ച ചോദ്യത്തിനോട് സന്തോഷമുണ്ട്. എന്നാ അറിയോ, ഇന്ത്യയിൽ നരേന്ദ്രമോദി എല്ലാ മേഖലയിലും നിയമന നിരോധനം ഏർപ്പെടുത്തി 13.5 കോടിയോളം വരുന്ന ഒഴിവുകൾ ഉണ്ടായിട്ട് ഒരു നിയമനം നടത്തിയിട്ടില്ല. ഇന്ത്യയിൽ ഏക സംസ്ഥാനം ഈ 10 വർഷം കൊണ്ട് 3,16,000 പേർക്ക് ഈ PSC വഴി ജോലി കൊടുത്തു. അതിൽ രണ്ടാമത്തെ ടേമിലാണ് ഇപ്പോൾ വരെ 1,44,800 പേർക്ക് കൊടുത്തു. 25 ലക്ഷം പേരുടെയും കാര്യം ഞാൻ പറയാം. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളിലൂടെ ഇവിടെ 8,76,000 പേർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്. ഈ കേരളത്തിന്റെ എല്ലാ മേഖലയിലും സംരംഭങ്ങൾ വന്നു. എല്ലാ സർക്കാർ ജോലി കൊടുത്തിട്ടല്ലല്ലോ. എന്നിട്ടും ഇന്ത്യയിൽ നിയമന നിരോധനമില്ലാതെ പോകുന്ന ഏക സംസ്ഥാനം ഈ കേരളം മാത്രമാണ്. അതിന് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് എവിടെയെങ്കിലും അവരുടെ PSC ഇതുപോലെ നോക്കുകുത്തിയാക്കിയ ഒരു ഗവൺമെന്റ് കേരളത്തിൽ വേറെ ഒന്നും നിങ്ങളുടെ ഗവൺമെന്റ് ചെയ്തത്. ഇവർ പറഞ്ഞത് എന്താ? അധികാരത്തിൽ വന്നപ്പോ 25 ലക്ഷം പേർക്ക് ഞങ്ങൾ ജോലി കൊടുക്കുന്ന പ്രകടന പത്രിക ഇവരുടെ ഉണ്ട്. 25 ലക്ഷം പോയിട്ട് 1 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല. ആകെ കൊടുത്ത ആളുകൾ എന്താ? ഈ ഇരിക്കുന്ന ആളുകളെ പോലെയുള്ള ആളുകൾക്ക് പിൻവാതിൽ നിയമനം, ഡ്രൈവർമാരെ, മെഡിക്കൽ കോളേജിലെ ഇതുപോലെയുള്ള അറ്റൻഡർമാരെ, PSCയുടെ ചെയർമാൻ ഒരു അഭ്യർത്ഥന ഗവൺമെന്റിനോട് പറഞ്ഞു. എന്താ അറിയാം, ഞാൻ പോകുമ്പോൾ എന്റെ ഭാര്യയെ കൂടെ വണ്ടിയെ കൊണ്ടുപോകണം, അവർ കൂടെ അതിനുള്ള അലവൻസ് കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു PSC ചെയർമാനാണ്. മാത്രം പറയട്ടെ, ഈ പത്തനംതിട്ട ജില്ല എന്ന് പറഞ്ഞാൽ ശബരിമല ഉൾക്കൊള്ളുന്ന കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ തൊട്ട് അഴിമതി കാണിച്ച ഈ ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും വികസനത്തിന്റെ മാത്രം മാതൃകയുള്ള കേന്ദ്ര സർക്കാർ ഇപ്പൊ 3-ാം ടേം ഭരിക്കുക. ആ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ NDA ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന
BJP-യുടെ NDA-യുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ടുള്ള ചോദ്യത്തിന് വഴങ്ങാം. ഇത്തവണ ഒറ്റ അഞ്ച് ചോദ്യം. സീറ്റ് കിട്ടുമോ? 5 സീറ്റ് കിട്ടുമോ? അല്ല, ഈ 5 സീറ്റ് ശബരിമല കിട്ടുമോ? മണ്ഡലം പറയാം. 768 കോടി രൂപ സന്നിധാനത്ത് മാസ്റ്റർ പ്ലാനിന് കൊടുത്ത സംസ്ഥാന ഗവൺമെന്റ് ആണ്, പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണ്. 1515 കോടി രൂപ റോഡിന് കൊടുത്ത് ഒരു ശൗചാലയത്തിന് ശബരിപാത നിങ്ങളല്ലേ പഠിച്ചത്? ശബരിമലയ്ക്ക് വേണ്ടി കേന്ദ്ര ഒരു നിങ്ങൾ പൈസ അടിച്ച് മാറ്റി ഒരു കാര്യം പറയേണ്ടതായിട്ടുണ്ട്. ശബരിമലയെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, ശബരിമലയ്ക്ക് വേണ്ടി വലിയ ഭക്തിയുടെ ആളുകളാണെന്നെല്ലാം പറയുന്ന ഇവര് കേന്ദ്ര ഗവൺമെന്റ് ഇരുന്നപ്പോഴും കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചപ്പോഴും ശബരിമല മാസ്റ്റർ പ്ലാനിന് വേണ്ടി ഒരു നയാ പൈസ മുടക്കിയിട്ടില്ല. 10 അവസാനിപ്പിക്കാം. 5 സീറ്റ് കിട്ടുമോ? 5 സീറ്റും കിട്ടും. വൻപിച്ച ഭൂരിപക്ഷം. ശബരിമലയുടെ കാര്യം പറയാന് കാര്യം പറഞ്ഞാൽ BJP-ക്ക് അധികാരമില്ല. ശബരിമലയുടെ കാര്യം പറഞ്ഞപ്പോ BJP-യുടെ റാന്നിയിലെ സ്ഥാനാർത്ഥി പറഞ്ഞത് ശബരിമല ഒരു പ്രശ്നമില്ല, ഞങ്ങളെ ചർച്ചയാക്കുന്ന അയ്യപ്പ സംഗമം നടത്തിയപ്പോ അവിടെ കട്ടില് വാങ്ങിച്ചതിന് ലക്ഷങ്ങൾ, അവിടെ ഈ പറഞ്ഞതുപോലെ ഭജന നടത്തിയെന്ന് പറഞ്ഞ് ഇല്ലാത്ത ഭജനയുടെ പേരിൽ 10 ലക്ഷം രൂപ അങ്ങനെ മോഷ്ടിച്ച ആളുകളാണ്. വളരെ നന്ദി ശ്രീ സുരേഷ് കുമാർ, ശ്രീ അഡ്വക്കേറ്റ് സനൽകുമാർ, ശ്രീ ബിജു മാത്യു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.